ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അനധികൃതമായിട്ടുള്ള മുസ്ലിം പള്ളികൾക്കും മദ്രസകൾക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ. ഒഴിഞ്ഞു കിടക്കുന്ന സർക്കാർ ഭൂമിയാകട്ടെ, സ്വകാര്യ വ്യക്തികളുടെ പ്രോപ്പർട്ടി ആകട്ടെ, അതിനകത്ത് വന്ന് പള്ളിയും വെച്ച്, അതല്ലെങ്കിൽ അമ്പലമോ ചർച്ചോ മദ്രസകളോ മസ്ജിദുകളോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് പിടിക്കപ്പെടില്ല എന്ന ഒരു ധാരണ ഒരു വിഭാഗം ആളുകൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഭൂമികളിലൊക്കെ ഉയർന്നു നിൽക്കുന്നത് അത്രയും മസ്ജിദുകളും മദ്രസകളുമായി മാറിയിട്ടുള്ളത്. അതിനും ഏതു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളായിരുന്നാലും ശരി, സർക്കാർ വക ഭൂമിയിൽ അനുമതിയില്ലാതെ അത് പൊതുജനങ്ങളുടേതായിരിക്കെ, രാജ്യത്തിന്റെ മുതലായിരിക്കെ എങ്ങനെ ഇവർക്ക് മസ്ജിദുകളും മദ്രസകളും നിർമ്മിക്കാൻ പറ്റും? ബിൽഡിംഗ് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് തൊടാൻ പറ്റില്ല, മതവികാരം വ്രണപ്പെടും. അപ്പോൾ മനഃപൂർവമാണ് ഇവർ സർക്കാർ വക ഭൂമികൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. ആരാധനാലയമാകുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്നതാണല്ലോ. ഏത് സർക്കാരാണെങ്കിലും ശരി, ഇസ്ലാം മതവികാരം വ്രണപ്പെടുന്നതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാണണം. കാരണം അവർ പ്രകോപിതരാണ്. മിണ്ടിത്തീരുന്നതിന് മുമ്പ് അവർ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും, ഹർത്താലുകൾക്ക് ആഹ്വാനം നടത്തും. തന്നെയുമല്ല, സാധാരണക്കാരന്റെ ജനജീവിതം സ്തംഭിപ്പിച്ചിട്ട് അവർ ഹർത്താലുകൾ ഉണ്ടാക്കി, വാഹനങ്ങൾ അടിച്ചു തകർത്ത്, കടകൾ അടിച്ചു പൊളിച്ച് സാധാരണക്കാരന്റെ ജീവൻ അവർ ഭീഷണിയായി മാറും. അങ്ങനെ ചില കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ അവരുടെ നിർബന്ധങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് പോലെ മുമ്പ് ഗാന്ധിജി ഇവരുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും ഇങ്ങനെ സാധിച്ചു കൊടുത്തിരുന്നു. ഇപ്പോഴത് നടക്കില്ല. കാരണം ഇത് ഗാന്ധിജിയുടെ ഭാരതമല്ല, ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. അതുകൊണ്ട് ഇസ്ലാം മത വികാരത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമൊന്നും ഒരു സർക്കാരിനുമില്ല. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ടാണ് ഇത്തരക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പുഷ്കർ സിംഗ് ധാമിയുടെ ഭരണകൂടം അനധികൃതമായ മദ്രസകൾ സീല് ചെയ്യാൻ തുടങ്ങിയത്. ഡെറാഡ്യൂണിലെ പച്ചവയിൽ 4 മദ്രസകളാണ് സീല് ചെയ്തത്. അനധികൃതമായി നിർമ്മിച്ച ഒരു പള്ളിയും സീല് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സർക്കാർ വക ഭൂമികളാണ്. സർക്കാർ വക ഭൂമികളിൽ എന്തടിസ്ഥാനത്തിലാണ് ഇവർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. 2, ഇവർക്ക് എവിടെ നിന്നാണ് കെട്ടിട നമ്പറും സാങ്ഷനുകളും ഒക്കെ കിട്ടുന്നത്? താടിയും മീശയും തലപ്പാവും ഉള്ള മതത്തെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളും ഭയപ്പെടുകയാണോ? ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ സർക്കാർ വക നിർദ്ദേശങ്ങളോ അത്തരം സ്ഥാപനങ്ങളോ നിയമങ്ങളോ ഒന്നും വേണ്ടല്ലോ. ഇവർക്ക് ഇവരുടെ ശരീരത്ത് നിയമവുമായിട്ട് അങ്ങ് ഇറങ്ങിയാൽ പോരെ. കുറച്ച് കട്ടയും കല്ലും കുറച്ച് ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികളായ പണിക്കാരും ഉണ്ടെങ്കിൽ, ഇതാന്ന് പറയുന്നതിന് മുമ്പ് പണമിറക്കാൻ ആളുമുണ്ടെങ്കിൽ കെട്ടിടം അങ്ങോട്ട് പൊങ്ങുമല്ലോ. അവിടെ ബാങ്ക് വിളികളും നമസ്കാരത്തിന്റെ ധ്വനികളും ഒക്കെ മുഴങ്ങുമല്ലോ. പിന്നീട് ആ ഭൂമിയുടെ യഥാർത്ഥ ഉടമകളായ സർക്കാർ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇവരെടുത്ത് ഇതൊക്കെ ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം. കാരണം നികുതിപ്പണം കൊടുത്താണ് മദ്രസകളും മസ്ജിദുകളും ഒക്കെ പലപ്പോഴും ഇന്നും പ്രവർത്തിക്കുന്നത്. അപ്പോ വികാസ് നഗർ ഉപജില്ലാ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അഡ്മിനിസ്ട്രേഷൻ സംഘം ഈ നടപടി സ്വീകരിച്ചത്. ന്യൂനപക്ഷ വകുപ്പിലെയും മദ്രസ ബോർഡിലെയും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ദക്രാനിലെ മദ്രസ ദാർ ഇ അക്രം, മദ്രസ മഷീഖുൽ റഹ്മാനിയ, മദ്രസ ഫൈസൽ ഉലൂം നവാബ്ഗഡിലെ ദവാത്തുൽ ഹക്ക് എന്നിവയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സംഘം സീല് ചെയ്തതായി വിവരം ലഭിച്ചത്. ഈ മദ്രസകൾ സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ ഭൂമികളിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ കെട്ടിട നമ്പറുകളും ഒന്നുമില്ലാതെ ഇവർ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നു. പിന്നീട് അവിടെ ക്രമേണ നമസ്കാരം നടക്കുന്നു. മതവിഭാഗത്തിൻ്റെതായതുകൊണ്ട് ആരും എതിർ ശബ്ദങ്ങൾ ഉന്നയിക്കുന്നില്ല, ആരും പരാതിക്കാരുണ്ടാകുന്നില്ല. ഇത്രയും കാലവും ഇവരിങ്ങനെയായിരുന്നു ഇവിടെ 1 കിലോമീറ്ററിനകത്ത് 10-15 പള്ളികൾ ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടേയിരുന്നത്. പണം ചിലവാക്കാൻ വിദേശത്ത് നിന്ന് ധാരാളം ഫണ്ടുകളും വരുന്നുണ്ട്. ഇവർക്ക് ആ രൂപത്തിലൊന്നും ഒരു വിഷമവുമില്ല. മദ്രസകളിൽ കുട്ടികൾക്ക് ഇരിക്കാൻ പരിമിതമായിട്ടുള്ള സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത്. വൈദ്യുതി, വെള്ളം, മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇതിൻ്റെയൊക്കെ അഭാവവും ഇവിടെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ ധക്രാനിയിലെ 11-ാം വാർഡിൽ
ഭരണ അനുമതിയില്ലാതെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ബാസിത്ത് ഹദീസൻ പള്ളിയും ഭരണസംഘം സീല് ചെയ്തിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ പുതിയ ആരാധനാലയമോ പഴയ ആരാധനാലയത്തിന്റെ അറ്റകുറ്റപ്പണികളോ നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്ന് SDM വിനോദ് കുമാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് സീല് ചെയ്തിരിക്കുന്നത്. ഡെറാഡ്യൂണിലെ പച്ചുവ പ്രദേശത്ത് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന 60 മദ്രസകളുടെ പരിശോധനാ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജാഗ്രതയോടുകൂടിയില്ല. അവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് ലഭിക്കുന്നത് ഈ കെട്ടിടങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നിർമ്മിക്കാൻ? ഏത് കുട്ടികളാണ് ഇവിടെ നിന്ന് പഠിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കണം എന്നാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. ലഭിച്ച വിവരമനുസരിച്ച് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി 2 ദിവസം മുമ്പ് സഹസ്പൂരിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിയമവിരുദ്ധമായ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് പരാതിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ 2 മാസം മുമ്പുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വെരിഫിക്കേഷൻ അന്വേഷണ റിപ്പോർട്ടിലും നിയമവിരുദ്ധ മദ്രസകളുടെ പ്രവർത്തനം സ്ഥിരീകരിക്കപ്പെട്ടു. ഇതേ തുടർന്നാണ് ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് കുട്ടിക്കാലന്മാരെ സൃഷ്ടിച്ചു വിടുന്ന ഈ ഒരു രീതിയെ എതിർക്കേണ്ടതുണ്ട്. മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇന്നും ആർക്കും അറിയാത്ത കാര്യമാണ്. മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതകൾ എന്താണ് എന്ന് ആരും ചോദിക്കാൻ പാടില്ല. തിരുവായ്ക്ക് എതിർവായില്ലാത്ത വിധം അവരെന്താണോ അവിടെ പഠിപ്പിക്കുന്നത് അത് തന്നെ പഠിപ്പിക്കും. ബേസിക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത അധ്യാപകർ ചെറിയ കുട്ടികളെ കാണുമ്പോൾ അവർ കൃഷിയിടമാണ് എന്ന ധാരണ എന്ന വ്യാജേന അവരെ കയറി പിടിക്കുകയും അവരുടെ ശരീരം ഇവരെ ദുരുപയോഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ കേരളത്തിൽ മാത്രമല്ല മദ്രസകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇതുപോലെയുള്ള ലൈംഗിക രോഗികളുണ്ട്. അവരിത്തരം കൃത്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇപ്പോൾ UP ആയിരുന്നാലും അസം ആയിരുന്നാലും ഉത്തരാഖണ്ഡ് ആയിരുന്നാലും ഈ സംസ്ഥാനങ്ങളൊക്കെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ബുൾഡോസർ ഇറക്കി അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ എല്ലാ മസ്ജിദുകളും മദ്രസകളും തകർക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും, ക്ഷേത്രങ്ങളും ചർച്ചകളും ഒക്കെ അനധികൃതമായി ഉണ്ടാക്കിയതാണെങ്കിൽ തകർക്കണ്ടേ? അവർ ആ രൂപത്തിൽ ഒരു ക്രമക്കേടിന് നിന്നിട്ടില്ല. അവർ നിയമപരമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊരു രാജ്യമാണ്. ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അവർ അനധികൃതമായ സർക്കാർ ഭൂമികളിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും അത് ചർച്ചാക്കാനും അമ്പലങ്ങളാക്കാനും ക്ഷേത്രങ്ങളാക്കാനും അതുവഴി അവരുടെ മതത്തെ വളർത്തിയെടുക്കാനും വ്യാപിപ്പിക്കാനും അവർ ശ്രമിച്ചിട്ടില്ല. ഈ രൂപത്തിൽ യാതൊരു വകതിരിവുമില്ലാതെ എവിടെ ആരുടെ ഭൂമി വെറുതെ കിടക്കുന്നുണ്ടോ അവിടെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി ഏത് സ്ഥാപനങ്ങളുണ്ടോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ ഇതല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എവിടെയായിരുന്നാലും ശരി അതൊരു മസ്ജിദാക്കണം, അവിടെ നമസ്കരിക്കണം, അവിടെ ബാങ്ക് മുഴങ്ങണം, അവിടെ മതമായിരിക്കണം ആചരിക്കേണ്ടത് എന്ന രൂപത്തിൽ 6-ാം നൂറ്റാണ്ടിന്റെ മദ്രസ ബുദ്ധിയുമായിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനധികൃതമായി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ ഏത് കൊമ്പന്റേതാണെങ്കിലും ഏത് വമ്പന്റേതാണെങ്കിലും ശരി അനധികൃതമായിട്ടാണോ അത് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു തകർക്കുമെന്ന് ഉത്തരാഖണ്ഡിന്റെ പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിക്കുകയാണ്, പ്രാവർത്തികമാക്കുകയാണ്. നന്ദി.